തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ അതിൻ്റെ സ്വർണ്ണപ്പാളി അത് സംബന്ധിച്ചുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ 98-ൽ വിജയ് മല്യ എന്ന ബിസിനസ്സുകാരൻ അവിടെ ആ സ്വർണം സമർപ്പിച്ചത് സംബന്ധിച്ച് അങ്ങയുടെ അറിവിൽ എന്താണുള്ളത്? എൻ്റെ അറിവിൽ വിജയ് മല്യ എന്ന വ്യവസായി ശബരിമല ശ്രീകോവിലടക്കം ബലിക്കപ്പുര തുടങ്ങിയിട്ടുള്ള എല്ലാ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ ശ്രീകോവിലും അതിനനുബന്ധമായിട്ടുള്ള എല്ലാ ഭാഗവും സ്വർണത്താൽ പൂശപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള രേഖകളുണ്ടോ? എത്ര സ്വർണ്ണമാണ് അദ്ദേഹം ശബരിമലയ്ക്ക് സമർപ്പിച്ചത്? അത് രേഖകളിൽ അങ്ങ് കണ്ടിട്ടുണ്ടോ? ഞാൻ അത് 32 കിലോഗ്രാം സ്വർണം വിനിയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ രേഖ പ്രത്യേകം ഞാൻ പരിശോധിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വിവാദ പ്രശ്നങ്ങളില്ലാതിരുന്നതുകൊണ്ട് പ്രത്യേകമായി പരിശോധിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മളൊരു പുതിയ ദേവസ്വം ബോർഡ് നമ്മൾ ചുമതലയേൽക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ നാൾവഴികൾ, ഏതൊക്കെ ആരൊക്കെ അവിടെ സ്വർണം സമർപ്പിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ ശരിക്കും? അല്ല, അവിടെ ഇപ്പോൾ ഞങ്ങൾ ചുമതലയേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 1255 അമ്പലങ്ങളിലെയും സ്വർണ്ണ സ്ട്രോങ് റൂമുകളിൽ എന്തൊക്കെ ഇരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരിശോധിക്കലെന്ന് പറയുന്നത് ഓരോ 2 വർഷത്തിൽ നടക്കാമെന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. അതിന് തിരുവാഭരണ കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷണറുടെ പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണ്. ആ തിരുവാഭരണ കമ്മീഷണറുടെ പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ പൂർണ്ണമായ ചുമതലക്കാരൻ. അതായത് ഈ തിരുവാഭരണങ്ങൾ സംരക്ഷിക്കാനും അത് രജിസ്റ്ററുകളിൽ സൂക്ഷിക്കാനും എല്ലാമുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളതാണ്. അദ്ദേഹം അത് കൃത്യമായും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഇടപെടൽ ഉണ്ടായി എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഇടപെടും. വിജയ് മല്യ അന്ന് സ്വർണം സമർപ്പിക്കുന്നു. ഈ ദ്വാരപാലക ശില്പങ്ങൾ അത് സ്വർണം പൂശിയതാണോ അതോ സ്വർണം പൊതിഞ്ഞതാണോ? അങ്ങയുടെ അറിവിൽ എന്താണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എൻ്റെ അറിവിൽ അത് സ്വർണം പൂശിയെന്നാണ് അറിയുന്നത്. സ്വർണ്ണപ്പാളിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിൽ മൊത്തം സ്വർണം പൂശിയ കൂട്ടത്തിൽ ഈ ദ്വാരപാലക വിഗ്രഹം കൂടി സ്വർണം പൂശിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങയുടെ കാലത്തും ഈ ചില അറ്റകുറ്റപ്പണികളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടല്ലോ, അത് കൃത്യമായും സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നടത്തിയത്? ഞാൻ ചുമതല വഹിക്കുന്ന ഘട്ടത്തിൽ നടത്തിയ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് ശ്രീകോവിലിന് ചോർച്ചയുണ്ടായിരുന്നു. ആ ശ്രീകോവിലിന് ചോർച്ചയുണ്ടെന്നുള്ള വിവരം തന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയും എന്നെ അറിയിച്ചു. ഞങ്ങൾ ബോർഡ് കൂടി അത് പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ചുമതലയുംപ്പെടുത്തി. ആ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയിൽ ഈ അനുമതിക്കായി അപേക്ഷ കൊടുക്കുകയും ഹൈക്കോടതിയിൽ നിന്നും അനുമതി നൽകുകയും അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഒരു അഭിഭാഷകനെ അഡ്വക്കേറ്റ് കമ്മീഷണറായി നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് അദ്ദേഹം കോടതി ഉത്തരവിട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കമ്മീഷണർ, സ്പെഷ്യൽ കമ്മീഷണർ, ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ, ചീഫ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇത്രയും ആളുകളുടെ സാന്നിധ്യം ഞാനിവിടെ പോയിരുന്നു. ഞാൻ ഒരു ദിവസം ഈ വർക്ക് കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിലാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തു. കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ 2 കാര്യം കൂടെ ചെയ്തു. ഒന്ന്, അയ്യപ്പൻ അണിഞ്ഞിരുന്ന രുദ്രാക്ഷം അത് പൊട്ടിക്കിടക്കായിരുന്നു. അതുപോലെ അയ്യപ്പൻ്റെ കയ്യിലുള്ള ചൂരൻ, ദണ്ഡ, ആ ദണ്ട് കേടുപാടുകളുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങളും ഞങ്ങൾ പരിഹരിച്ചു. രുദ്രാക്ഷം അത് തന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് അത് 2 ചെയ്തത്. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ സന്നിധാനത്ത് വെച്ച് തന്നെയാണ്? സന്നിധാനത്ത് വെച്ച് ഈ കാര്യങ്ങളെല്ലാം സന്നിധാനത്ത് വെച്ച് തന്നെയാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ 1955 മാനുവലിൽ 11ാമത്തെ ചാപ്റ്ററിൽ 38ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഈ ഭരണിപാത്രങ്ങളുടെയോ അല്ലെങ്കിൽ തിരുവാഭരണങ്ങളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ പരിഹരിക്കലോ അതുപോലുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ അത് ടെമ്പിൾ പ്രമിസസിൽ തന്നെ വെച്ച് നടത്തണം എന്നാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പാലിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഒപ്പം തന്നെ ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ എല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തണമെങ്കിൽ അവിടെ വെച്ച് തന്നെ നടത്തണം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ മുതലാണോ അത് ആ ക്ഷേത്ര പെർമിസസിൽ വെച്ച് തന്നെ അതിനാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടത്തുന്നത് അവിടെ തന്നെ ചെയ്യിച്ചാണ്. അങ്ങനെയാണെങ്കിൽ 2019 ഈ ദ്വാരപാലക ശില്പങ്ങളുടെ
ഈ പാളികൾ ഇളക്കി കൊണ്ടുപോയി അത് സ്വർണം പൂശിയത്, അത് ചെന്നൈയിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ ഈ നിയമം തെറ്റിച്ചല്ലേ അത് കൊണ്ടുപോയത്? അത് നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി ചെയ്താൽ നിയമത്തിന് വിരുദ്ധമോ? നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിന് വിരുദ്ധമായി ചെയ്തോ ചെയ്തില്ലോ എന്നുള്ളത് പിന്നെ അതിൻ്റെ ആ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ മാത്രമേ അത് എന്നെ പറയാൻ പറ്റൂ. അതായത് 2019 ഈ പറഞ്ഞ രീതിയിൽ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കുന്നു, ഇതിൻ്റെ പാളികൾ സ്വർണം പൂശണമെന്നുള്ളത്. അതിനു മുമ്പ് ഇത് സ്വർണം പൂശിയിരുന്നില്ല. അങ്ങയുടെ ഒരു അറിവെന്താണ്? അതായത് ചെമ്പ് പാളിയായിരുന്നോ അതോ അതിനു മുമ്പേ സ്വർണം പൂശിയിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വിജയമല്യ 1999 97 തുടങ്ങിയ വർക്ക് 99 അത് സമർപ്പണം നടക്കുന്നത്. ആ ഘട്ടത്തിൽ അത് മുഴുവൻ സ്വർണം പൂശിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ അറിവാണ്, ഞാൻ ഏതെങ്കിലും രേഖ പ്രത്യേകിച്ച് പരിശോധിച്ച് പറഞ്ഞതല്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം മുഴുവൻ സ്വർണം പൂശിയിരുന്നു എന്നാണ് പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഞാനിത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 99 ഇത്തരത്തിൽ വിജയമല്യ സമർപ്പിക്കുന്നു, അതിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായി സമർപ്പിക്കുന്നു. അന്ന് ആരാണോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവർ റെക്കോർഡ്, അതായത് കണക്കിൽ ഇത് കൊള്ളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നാം പരിശോധിക്കുമ്പോൾ അങ്ങനൊരു കണക്കേ ഇല്ല എന്ന് കാണുന്നത് അവരുടെ ഭാഗത്ത് വന്ന വലിയൊരു വീഴ്ചയല്ലേ? അതായത് ഒരു ദേവസ്വത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന, ഒരു ക്ഷേത്രത്തിൽ ഭഗവാന് സമർപ്പിക്കപ്പെടുന്ന, അത് തിരുവാഭരണമായാലും ഭരണിപാത്രങ്ങളായാലും പട്ടുവസ്തുക്കളായാലും അവയെല്ലാം തന്നെ വ്യക്തമായി തിരുവാഭരണം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 99 ഈ കണക്ക് തിരുവാഭരണം രജിസ്റ്ററിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാണേണ്ടതാണ്. പിന്നെ അത് ഒരു ഭക്തൻ സമർപ്പിച്ചതാണ്, അതിനെല്ലാം വ്യവസ്ഥാപിതമായ രീതിയിൽ സമർപ്പിച്ചതാണ്. പിന്നെ 32.5 കിലോഗ്രാം സ്വർണം വിനിയോഗിച്ചു എന്ന് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിൽ രേഖയിൽ ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുന്നത് ഈ 2019 ഇത് കൊടുത്തുവിട്ടു, അതായത് ദ്വാരപാലക ശില്പങ്ങളുടെ ആ പാളികൾ കൊടുത്തുവിടുന്നു, അത് ചെമ്പ് പാളിയായിരുന്നു, അത് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തുവിട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അതിനു മുമ്പ് അത് ചെമ്പ് പാളിയായിരുന്നു എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നതാണെങ്കിൽ പിന്നെ എനിക്കതിന് വിരുദ്ധമായിട്ടൊന്നും പറയാനില്ല. അദ്ദേഹം കൊടുത്തു വിട്ടത് ചെമ്പുപാളിയാണെങ്കിൽ പിന്നെ ഞാൻ അതല്ലെന്ന് പറയാൻ എങ്ങനെ എനിക്ക് പറ്റുന്നത്? കാരണം ഞാൻ പിന്നെ 2019 ശേഷം 21 പ്രസിഡൻ്റായി വന്ന ആളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കതിനെ സംബന്ധിച്ച് അറിയില്ല. അദ്ദേഹം കൊടുത്തു വിട്ടത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം അദ്ദേഹം പറയുന്നതിന് പിന്നെ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? 2021 ജനുവരി 1 ഈ പറയുന്ന ഈ സ്പോൺസർ അവിടേക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ അതിന്റെ പീഠവുമായി എത്തിയെന്ന് പറയുന്നു. അത് അങ്ങ് ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം? 2021 ജനുവരി 1 2021 ജനുവരി ഞാൻ പ്രസിഡന്റ് അല്ല. ഞാൻ 2021 പിന്നെ നവംബർ മാസം 13-ാം തീയതിയാണ് പ്രസിഡന്റിന് ചുമതലയേക്കുന്നത്. അപ്പോൾ എനിക്കറിയാൻ സാധ്യതയില്ലല്ലോ. അന്ന് അങ്ങ് ചുമതലയേറ്റപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളൊപ്പം തന്നെ അതിന്റെ പീഠം ഇതൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽ അങ്ങത് നോക്കിയിരിക്കുമല്ലോ? അത് ദ്വാരപാലക പിന്നെ എനിക്കതിനെ പറ്റി അത് പറയാൻ കഴിയില്ല. കാരണം ദ്വാരപാലകൻ്റെ ആ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും അവിടെ ഏതെങ്കിലും ഒരു വസ്തു ഇല്ലാത്ത അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ പീഠം പ്രത്യേകിച്ചുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ അങ്ങയുടെ ഒരു പ്രതികരണം എന്താണ്? അല്ല, ഇതിനകത്തൊന്നും വെറുതെ ആവശ്യമില്ലാതെ സർക്കാരിനെ ഒന്നും കക്ഷി ചേർക്കേണ്ട ഒരു കാര്യവുമില്ല. സർക്കാർ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടത്തില്ല. സർക്കാർ ഇത് ദേവസ്വം ബോർഡ് ആണ് ഇതിൻ്റെ ചുമതലയും കാര്യങ്ങളും എല്ലാം നിർവഹിക്കേണ്ടത്. സർക്കാർ ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും ദൈനംദിന പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഇടപെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സർക്കാർ ദേവസ്വത്തെ സഹായിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ദേവസ്വത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ ഇതുപോലുള്ള കാര്യങ്ങളിലോ അങ്ങനെയൊന്നും സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാരിനെ ഇതിനകത്ത് കൂട്ടിക്കുഴച്ചൊരു രാഷ്ട്രീയ വിവാദമാക്കി കൊണ്ടുപോകുന്നതിനോട് ഒരു കാരണവശാലും യോജിപ്പില്ല. അത്തരം രാഷ്ട്രീയ വിവാദത്തിൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നുമില്ല. ഒരു ചോദ്യം കൂടി. 2021 ഇപ്പോൾ ജനുവരി 1 ഈ ദ്വാരപാലക ശില്പങ്ങൾ അതിൻ്റെ ഈ എന്താണ് അതിൻ്റെ പീഠം അവിടേക്ക് കൊണ്ടുവന്നു എന്ന് ഈ പറയുന്ന സ്പോൺസർ പറയുന്നത്. അതിനുശേഷമാണ് അങ്ങ് ചുമതലയേൽക്കുന്നത്. എപ്പോഴെങ്കിലും ഈ പറയുന്ന ഈ സ്പോൺസർ അങ്ങേ വിളിച്ച് ആ പീഠം അവിടെയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വന്നിരുന്നോ? ഒരിക്കലുമില്ല. അങ്ങനെ ചോദിക്കേണ്ട കാര്യവുമില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ചോദിക്കേണ്ട കാര്യമല്ലോ. പീഠമുണ്ടോ ഇല്ലോ എന്ന് ചോദിക്കും. പീഠത്തിൻ്റെ പ്രശ്നം ഇപ്പോഴല്ലേ ഉയർന്നു വന്നത്. അന്ന് പീഠവുമില്ല, ഒന്നുമില്ലല്ലോ. അവിടെ ഒരു പ്രശ്നങ്ങൾ വന്നില്ല. ഞാൻ 2 വർഷക്കാലം അവിടെ ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് അവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങയുടെ കാലത്ത് ശബരിമലയിലെയും ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിലെയൊക്കെ സ്വർണത്തിൻ്റെ കണക്ക് സംബന്ധിച്ച് ഒരു പഠനം നടത്തിയിരുന്നല്ലോ. അത് കൃത്യമായിട്ട് അങ്ങ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും പൊരുത്തക്കേടുകൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു?
പൊരുത്തക്കേടുകൾ ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളിലെ പിന്നെ കണക്കുമായി ചില പൊരുത്തക്കേടുകൾ, ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങൾ ആ കണക്കും പിന്നെ ആയിട്ട് ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് അപ്പം തന്നെ പരിഹരിക്കാൻ വേണ്ടി പിന്നെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കണക്കുകൾ നോക്കിയപ്പോൾ പൊരുത്തക്കേടുകൾ ഇല്ലായിരുന്നു. ശബരിമല ക്ഷേത്രത്തിലെ കണക്കുകളെല്ലാം തന്നെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതായത് 2022 മെയ് മാസത്തിൽ പിന്നെ ഹൈക്കോടതിയിൽ ഒരു പിന്നെ കണക്കെടുത്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പിശകുകളൊന്നും കണ്ടില്ല. അപ്പോൾ ഈ 99 ഈ കണക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് പൊരുത്തപ്പെടുക? 99 ഇപ്പോൾ സ്വർണം കിട്ടിയതിൻ്റെ കണക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് പൊരുത്തപ്പെടുക? ഈ പിന്നെ തിരുവാഭരണത്തിൻ്റെ കണക്കിൽ ഈ സ്വർണം പൂശിയാൽ വരാൻ സാധ്യതയില്ല. തിരുവാഭരണങ്ങളുടെ കണക്കിൻ്റെ അകത്ത് ചിലപ്പോൾ അവിടെ തിരുവാഭരണങ്ങളായിട്ട് വരുന്നത് പിന്നെ പല ഐറ്റംസ് വരുമല്ലോ, ആ ഐറ്റംസിൻ്റെ അകത്ത് ചിലപ്പോൾ ഇത് ചേർത്ത് കാണില്ല. ഇത് പ്രത്യേകമായി അത് പൂശിയിരിക്കുകയാണല്ലോ, അത് ശ്രീകോവിലെ പൂശിയിരിക്കുകയാണ് സ്ഥിരമായി, എടുത്തുപയോഗിക്കുന്നതല്ലല്ലോ. മറ്റ് തിരുവാഭരണങ്ങൾ പോലെ എടുത്തുപയോഗിക്കുന്നതല്ലല്ലോ. ഇപ്പോൾ ദൈനംദിന ഉപയോഗം, അതുപോലെ തന്നെ ആട്ടവിശേഷങ്ങൾക്ക്, അതേപോലെ തന്നെ പിന്നെ പരമ്പരാഗതമായിട്ടുള്ളത്, ഇതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളത് സൂക്ഷിച്ചു വെക്കും. ആട്ടവിശേഷങ്ങൾക്ക് ആട്ടവിശേഷ സമയത്ത് എടുക്കും. അതുപോലെ തന്നെ ദൈനംദിനം ഉപയോഗിക്കുന്നത് വേണ്ട പിന്നെ തിരുവാഭരണങ്ങൾ, അതെല്ലാം പിന്നെ നിരന്തരമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാത്തതൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗമുള്ളതേ അല്ല. ഭക്തന്മാർ നടക്കി വെക്കുന്നു, അത് നമ്മൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നു. അതായത് ഈ ഭക്തന്മാർ കാലാകാലങ്ങളിലായി ഇവിടെ സ്വർണ്ണമൊക്കെ സമർപ്പിക്കുമല്ലോ, കാണിക്കായിട്ട് സ്വർണ്ണമൊക്കെ സമർപ്പിക്കും. അപ്പോൾ അതിൻ്റെ കണക്കുകളൊന്നും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലില്ലേ? എല്ലാത്തിനും കണക്കുണ്ടാകണമല്ലോ. ഭക്തന്മാർ സമർപ്പിക്കുന്ന തിരുവാഭരണങ്ങളുടെ എല്ലാം, ഭരണിപാത്രങ്ങളുടെ എല്ലാം, പട്ടുവസ്തുക്കളുടെ എല്ലാം കണക്കുകളുണ്ടാവും. അതാണ് അങ്ങ് ഈ പറഞ്ഞ പരിശോധനയിൽ പൊരുത്തക്കേടുകളൊന്നും ഇല്ലായിരുന്നു, അതാണ് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു എന്ന് പറഞ്ഞു. സമർപ്പിച്ചത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ക്രമക്കേടുകൾ കണ്ടില്ല. ഹൈക്കോടതിയിൽ അത് കൊടുത്തു, ഹൈക്കോടതി റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ ഈ പറഞ്ഞ ഈ വിജയ് മല്യ കൊടുത്ത സ്വർണ്ണത്തിന്റെ കണക്കില്ല, വരാൻ പ്രശ്നം ഉണ്ടാവില്ല. ഇതില്ല, അതും ഒരു ഭക്തൻ കാണിക്കായിട്ട് സമർപ്പിച്ചതാണല്ലോ. പക്ഷെ അത് റെക്കോർഡിൽ കാണും, റെക്കോർഡിൽ കാണേണ്ടതാണ്. അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. റെക്കോർഡിൽ അത് കാണേണ്ടതാണ്. അതായത് 99 നിർമ്മാണം ഒക്കെ പൂർത്തീകരിച്ച് വിജയ് മല്യ കൊടുത്ത ആ ഒരു സ്വർണം പൊതിയുന്ന ആ ഒരു ചടങ്ങ്, അല്ലെങ്കിൽ സ്വർണം പൂശിയ ആ ഒരു ചടങ്ങ്, അത് 99 പൂർത്തിയായത്. അപ്പോൾ വിജയ് മല്യ എത്ര സ്വർണം കൊടുത്തു എന്നത് സംബന്ധിച്ചുള്ള ആ ഒരു കണക്ക് അത് കാണേണ്ടതാണ് എന്ന് മാത്രമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ പറയുന്നത്. ഒപ്പം തന്നെ തൻ്റെ കാലത്ത് വിശദമായിട്ടുള്ള പരിശോധന ഈ പറയുന്ന സ്വർണം, ഒപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ നടത്തിയിരുന്നു. അത് എല്ലാ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൽ 1-2 ക്ഷേത്രങ്ങളിൽ മാത്രം ചില കണക്കുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടിരുന്നു. അത് അന്ന് തന്നെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് കെ അനന്തഗോപൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.